അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലൈമാനെ പരീക്ഷിച്ചു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേരയിൽ അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഒരു ജഡത്തിനെ ഇട്ടു എന്നാണ് പറയുന്നത്. അതായത് സുലൈമാൻ അലി ഇസ്ലാമിന് എത്രയോ ഭാര്യമാരുണ്ടായിരുന്നു, പല കണക്കുകളും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ ഭാര്യമാരുടെയും അടുത്ത് പോയി എന്നിട്ട് ഉണ്ടാവുന്ന മക്കളെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ വിടും എന്ന് നേർച്ചയും ചെയ്തു. പക്ഷേ ബിസ്മി ചൊല്ലിയില്ല, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ടായപ്പോൾ ആരും ഗർഭിണിയായില്ല. ഒരു ഭാര്യ മാത്രം ഗർഭിണിയായി. അതൊരു പകുതി കുഞ്ഞായിരുന്നു പ്രസവിച്ചപ്പോൾ, പകുതി ഇല്ല. അതായത് ശവശരീരം പകുതിയേ ഉള്ളൂ. അതിനാണ് ഈ പറയുന്നത് സിംഹാസനത്തിൽ ഒരു ശവത്തിനെ ഇട്ടു, അല്ലെങ്കിൽ ജഡത്തിനെ ഇട്ടു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇട്ടു എന്നല്ല, ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. അതായത് ഒരു രാജാവിൻ്റെ പരമ്പരാവകാശിയായി വരേണ്ട, സിംഹാസനത്തിലിരിക്കേണ്ട കുഞ്ഞ് വന്നില്ല, ജഡമായിപ്പോയി. അപ്പം തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, പണിപാളി. പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരുത്തി തൗബ ചെയ്തു. എന്നിട്ട് പുറത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു, ആർക്കും കൊടുക്കാത്ത ഒരു രാജാവിൻ്റെ സ്ഥാനം എനിക്ക് തരണം. ആ ലോകം മുഴുവൻ ഭരിച്ച പിശാചുകളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഭയങ്കരമായ രാജാവായി. പിന്നെ അത് മാത്രമല്ല, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തോ ഒരു പലകയോ പരവതാനിയോ ആയിരിക്കും. പലകയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അത് വച്ചിട്ട് അത് കയറി നിന്ന് കഴിഞ്ഞാൽ കാറ്റ് വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും, അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടും. ഒരു മാസം കുതിരയെ കൊണ്ട് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന് അര ദിവസം കൊണ്ട് എത്താൻ പറ്റുമായിരുന്നു. അതായത് ഒരു 6 മണി മുതൽ 12 മണി വരെയോ, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മുതൽ ഒരു 6 മണി വരെയുള്ള സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു മാസം യാത്ര ചെയ്യുന്ന ദൂരം എത്താനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു വിമാനത്തിൻ്റെ സ്പീഡാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞിരുന്ന കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു വായുവിലൂടെ. വിശദീകരണത്തിൽ പറയുന്നത് ഒരു പലകയായിരുന്നു, അതിൽ കയറി നിൽക്കുമ്പോൾ കാറ്റ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ സുലൈമാൻ നബി ഇന്ത്യയിൽ വരെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. കാരണം അതൊക്കെ നിസ്സാര കാര്യമാണ്. അദ്ദേഹത്തിന് ഈ കഴിവ് ഉണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്താണ്. പിന്നെ അദ്ദേഹത്തിന് കെട്ടിടം ഉണ്ടാക്കുന്നത്, മുങ്ങൽ വിദഗ്ധർ, ഇങ്ങനെയുള്ള പിശാചുകളൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. സകല പിശാചുക്കളും അല്ല, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള അവരെ എല്ലാവരെയും ചങ്ങലയ്ക്കൊക്കെ ഇട്ട് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് സുലൈമാൻ നബിക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തു. എന്നേക്കണതൊക്കെ, അതായത് ഈ പിശാചുകളുടെ നിയന്ത്രണവും അടിമത്വവും ഇതൊക്കെ നമ്മിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്. നീ അത് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്നോട് കണക്ക് ചോദിക്കില്ല എന്ന്. അതായത് സുലൈമാൻ അലി ഇസ്ലാമിനോട് ചോദ്യം ചെയ്യലില്ല. നിൻ്റെ പൈസ എന്ത് ചെയ്തു, നിനക്ക് ഞാൻ തന്ന കഴിവ് എന്ത് ചെയ്തു, നമ്മളോടൊക്കെ അത് ചോദിക്കും. പിന്നെ സുലൈമാൻ അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ വളരെ അടുത്ത ആളാണ്, ഉയർന്ന സ്ഥാനമുള്ള ആളാണ്.